Kasiuba. Yo. ഹലോ. ഹലോ. എന്നെ പേരെന്നാ? പേര് മൂസിന. മൂസിനെയോ? യാ. യാപ്. എന്നെ അറിയോ? ഇല്ലല്ലോ. ഇല്ല. നീ അർജുൻ, ഏ പാലക്കാട്. എന്നിട്ട് ബാക്കി ബാക്കി എന്നാ ഇപ്പൊ ലൈവായിരിക്കും മിക്കവാറും. യോ ബാടി ഞോ. ലൈവ നോണ പറഞ്ഞ ലൈവ. സീനില്ലല്ലോ. ഇല്ല, നൈസ്. കുഴപ്പമില്ല. റീല് വന്നാലും സീനില്ലല്ലോ. ഞോ. ഇല്ല, നമ്മള് രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട്. എപ്പോ? എങ്ങനെ? എവിടെന്ന്? ഇങ്ങനെ. ഓ ബാടി മറന്നടി. ഞാൻ കൊറേ ദിവസമായി വന്നിട്ട്. ഓ മൈ ഫസ്റ്റ് ഗോഡ്. കയറി. ഇന്ന് ഞാൻ നിൽക്കുന്ന എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉറപ്പായിട്ടും പറഞ്ഞു. നല്ല വെയിറ്റൊക്കെ. എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? നല്ല സൗണ്ട്, അത്യാവശ്യം നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫ്രണ്ട്സൊക്കെ കൂടി ഒരു ഷോപ്പിൽ പോയി. സോ ഒരു ഹണി വാങ്ങി. ഹണി വാങ്ങി കേട്ടോ. ബട്ട് അത് ഫേക്കാ. നമുക്ക് ഈ ഷോപ്പിലൊന്നും പോയി കഴിഞ്ഞാൽ നല്ല ഹണി കിട്ടത്തില്ല. യു നോ. ബട്ട് എൻ്റെ ഒരു റിയൽ ഹണി ഉണ്ട്. ദാറ്റ്സ് യു. എങ്ങനെ? അങ്ങനെ യാപ്പ്. എപ്പ കണ്ടെന്നാ പറഞ്ഞേ? ഇതുപോലെ ഇങ്ങനെ കണ്ടതാ. ബട്ട് അപ്പൊ നീ ഫേസ് കാണിച്ചിട്ടില്ല അല്ലേ? കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ല എനിക്ക്. മറന്നു പോയതല്ലേ. നിന്നെ അന്ന് കണ്ടപ്പോ തന്നെ എന്റെ മൈൻഡ് ഫുള്ള് ബ്ലോതായിപ്പോയി. ഞാൻ പറയാ ഡാമേജ് ആയിപ്പോയി. ഞാൻ എന്നെ ചെയ്യാനാ? നിന്നെ കണ്ടാ പിന്നെ പ്രണയം മൊത്തം എല്ലാം അങ്ങ് കയറി വരും. പിന്നെ ഞാൻ വെയിറ്റ് ആക്ക്. നീ ടയേർഡാണോ? ചെറുതായിട്ട് ടയേർഡല്ലേ നീ? അല്ലേ? ആണോ അല്ലയോ? അല്ലേ? ആണ്. അതെ. കാരണം എന്താണെന്നറിയോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എപ്പോഴും എൻ്റെ മൈൻഡിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. സോ അതുകൊണ്ട് നീ ടയേർഡാ. എൻ്റെ അമ്മ കൊള്ളല്ലോ. പിന്നുള്ള എന്നെ ചിരി നൈസായിട്ടാണ്. അത് ചുമ്മാ ഈ കമ്പി ഇട്ട പെമ്പിള്ളേരെ ചിരി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. കണ്ട ഏതാ? എന്താടാ കേട്ടില്ല. അല്ല, ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു വന്നിട്ട് അവൾ എന്നെയും വെച്ച് ഏജാന്നൊക്കെ പറയുമ്പോ എത്ര സങ്കടം ഉണ്ടാവും. ഏജ് ഒരു പ്രശ്നമാണോ? അല്ല, നിന്റെ വായി തന്നെ കേട്ടോ. ഹാപ്പി. ഏജ് ഒരു പ്രശ്നമല്ല. നിനക്ക് പ്രശ്നമല്ലല്ലോ. എനിക്കും പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്നാ കുഴപ്പം? പിന്നെന്നാ അങ്ങ് സെറ്റ് ആവില്ലേ? പിന്നെ അല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് മുതൽ ഞാനും ഇവളും സെറ്റ് ആയി. നിങ്ങൾ എന്നെ നോക്കണ്ട. ഇവളെന്നെ കൊണ്ടുപോയി. അതൊക്കെ പോട്ടെ. നമ്മുടെ മാരേജ് ഇപ്പൊ ഫിക്സ് ആക്കണം. പറ. നീ പറ അങ്ങോട്ട്. നീ പറയുന്ന പോലെ അല്ല അങ്ങ് ചെയ്യാ. വീട്ടിലൊക്കെ ചോദിക്കണ്ടേ? നീ എന്നാ വരുന്ന ഇങ്ങോട്ട്? ഞാൻ എപ്പോ ആണെങ്കിൽ വരാം. നീ വിളിക്കുമ്പോ ഞാൻ വരാം. അല്ല, നിന്റെ വീട്ടിൽ നീ ഇപ്പൊ തന്നെ പറഞ്ഞല്ല സെറ്റ് ആയിക്കോ. അപ്പൊ നമ്മൾ അപ്പ വരുമ്പോ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. മനസ്സിലായ? സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നൈസായിട്ട് വിളിച്ചോളാം. ഏത്? അത് മതി. അതൊക്കെ അത്രയുള്ളൂ.